നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ചൊവ്വയിലേക്ക് UAE വിജയക്കുതിപ്പ് തുടങ്ങി. അറബ് ലോകത്ത് നിന്നുള്ള ആദ്യ ചൊവ്വ പര്യവേഷണ പേടകം ഭൂമിയിൽ നിന്ന് വിജയകരമായി ബഹിരാകാശത്തേക്ക് ഉയർന്നു. ജപ്പാനിലെ തനേഗാഷിമയിൽ നിന്ന് UAE സമയം പുലർച്ചെ 1:54 വിക്ഷേപണം. ചരിത്രത്തിൽ ആദ്യമായി ബഹിരാകാശ ദൗത്യത്തിനായി അറബ് ഭാഷയിൽ കൗണ്ട്ഡൗണിനും ലോകം സാക്ഷിയായി. അൽ അമൽ അഥവാ ഹോപ്പ് പ്രോബ് എന്നാണ് ഈ ചൊവ്വ പര്യവേഷണത്തിന് പേര് നൽകിയത്. UAEയുടെ മാത്രമല്ല, പേര് പോലെ തന്നെ അറബ് ലോകത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് ഈ ദൗത്യം. UAEയുടെ 5 വർഷം നീണ്ട കാത്തിരിപ്പാണ് ഇന്ന് പുലർച്ചെ തനേഗാഷിമ സ്പേസ് സെന്ററിൽ നിന്ന് നിശ്ചയിച്ചതിലും 4 മിനിറ്റ് നേരത്തെ വാനിലേക്ക് കുതിച്ചുയർന്നത്. ദുബായിലെ അഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിൽ ശ്വാസം അടക്കി പിടിച്ചിരുന്നവരുടെ മുഖത്ത് വിജയത്തിന്റെ ചിരി സമ്മാനിച്ച കുതിപ്പായിരുന്നു അത്. ഇന്ത്യ കൈമാറിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വർണ്ണക്കടത്ത് കേസിലെ 3ാം പ്രതി ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ദുബായ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും ഫൈസലിനെ അബുദാബിയിലേക്ക് മാറ്റിയതായാണ് ലഭ്യമാകുന്ന വിവരം. ഫെഡറൽ അന്വേഷണ ഏജൻസി മുഖേനയാണ് ചോദ്യം ചെയ്യൽ. UAEയുടെ ഔദ്യോഗിക മുദ്രകൾ വ്യാജമായി നിർമ്മിച്ചു, അനധികൃതമായി ഇന്ത്യയിലേക്ക് സ്വർണം അയച്ചു, നയതന്ത്ര കാര്യാലയത്തിന്റെ വിലാസം ദുരുപയോഗം ചെയ്തു എന്നീ ഗുരുതര കുറ്റങ്ങളാണ് ഫൈസൽ ഫരീദിനെതിരെ ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നത്. അതീവ ഗൗരവത്തോടെയാണ് ഇന്ത്യ നൽകിയ തെളിവുകൾ UAE അന്വേഷണ സംഘം കാണുന്നത്. ദുബായ് കേന്ദ്രമായാണ് കുറ്റകൃത്യം നടന്നത് എന്നതിനാൽ തന്നെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്ന് കണ്ടാണ് UAEയുടെ നാഷണൽ സെക്യൂരിറ്റി വിഭാഗം ഫൈസൽ ഫരീദിൽ നിന്ന് മൊഴിയെടുക്കുന്നത്. ഇത്തവണത്തെ ഹജ്ജ് വേളയിൽ പുണ്യസ്ഥലങ്ങളിലും തീർത്ഥാടകർ കടന്നു പോകുന്ന സ്ഥലങ്ങളിലും കനത്ത സുരക്ഷയൊരുക്കുമെന്ന് സൗദി പൊതുസുരക്ഷാ ഡെപ്യൂട്ടി ഡയറക്ടർ കേണൽ സായിദ് അൽ തോയ്യാൻ മക്കയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തീർത്ഥാടകരുടെ താമസ കേന്ദ്രങ്ങളിലും യാത്രക്കിടയിലും പഴുതടച്ച സുരക്ഷയൊരുക്കും. തീർത്ഥാടകരുടെയും അവർക്ക് സേവനം നൽകുന്നവരുടെയും സുരക്ഷ കണക്കിലെടുത്തുള്ള ശക്തമായ നടപടി സ്വീകരിക്കും. ഹജ്ജ് അനുമതി പത്രമുള്ള നിശ്ചിത എണ്ണം തീർത്ഥാടകർക്ക് മാത്രമേ പുണ്യസ്ഥലങ്ങളിലേക്ക് പ്രവേശനമുണ്ടാകൂ. മക്കയിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളിലും അനുമതി പത്രത്തിന് വേണ്ടിയുള്ള കർശന പരിശോധനയും ഉണ്ടാകും. ആവശ്യമാണെങ്കിൽ ചില ഭാഗങ്ങളും റോഡുകളും അടച്ചിടും. കോവിഡിൽ നിന്ന് അതിവേഗ മുക്തി നേടുന്ന UAEയിൽ ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തത് 3 മാസത്തിനിടെയുള്ള ഏറ്റവും കുറവ് രോഗികൾ. 211 പേർക്ക് മാത്രമാണ് ഞായറാഴ്ച കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. 40,000-ലേറെ പേരെ പരിശോധിച്ചതിൽ നിന്നാണ് 211 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ഏപ്രിൽ 2-ന് 210 പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ആദ്യമായാണ് ഇത്രയും കുറഞ്ഞ അളവിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നത്. ലോകത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസമാണ് UAEയിൽ ഏറ്റവും കുറവ് രോഗികളെ കണ്ടെത്തിയതെന്ന പ്രത്യേകതയും ഉണ്ട്. ഒമാനിൽ 24 മണിക്കൂറിൽ 1739 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗികളുടെ എണ്ണം കഴിഞ്ഞ ഒരു മാസമായി പ്രതിദിനം 1000-ന് മുകളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുതുതായി രോഗം സ്ഥിരീകരിച്ചവരിൽ 1514 പേർ ഒമാൻ സ്വദേശികളാണ്. 225 വിദേശികൾക്കും രോഗം പിടിപെട്ടിട്ടുണ്ടെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഇതോടെ ഒമാനിൽ 68,400 പേർക്കാണ് ആകെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 40,150 പേർ രോഗമുക്തി നേടിയെന്ന് മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒമാനിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജ്യത്തെ കോവിഡ് മൂലമുള്ള മരണസംഖ്യ 326 ഉയർന്നു. ബഹ്റൈനിൽ സന്ദർശക വിസക്കാർക്ക് ആശ്വാസ വാർത്ത. സാധുവായതും കാലാവധി കഴിഞ്ഞതുമായ എല്ലാ സന്ദർശക വിസകളുടെയും കാലാവധി 3 മാസത്തെ കൂടി നീട്ടി. നാഷണാലിറ്റി, പാസ്പോർട്ട്സ് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് ആണ് ഇക്കാര്യം അറിയിച്ചത്. കോവിഡ് രോഗവ്യാപനം സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനം. ജൂലൈ 21 മുതൽ ഒക്ടോബർ 21 വരെയാണ് ഇതിന് പ്രാബല്യമുണ്ടാവുക. എല്ലാ സന്ദർശക വിസകളും അപേക്ഷ കൂടാതെ തന്നെ പുതുക്കപ്പെടുന്നതായിരിക്കും. ഒക്ടോബർ 21-ന് ശേഷവും ബഹ്റൈനിൽ തങ്ങാൻ ആഗ്രഹിക്കുന്ന സന്ദർശകർക്ക് ഈ വിസ പോർട്ടൽ വഴി വിസ പുതുക്കുന്നതിന് അപേക്ഷിക്കാം. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് ദോഫാർ ഗവർണറേറ്റിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ കനത്ത മഴ. ഭൂരിഭാഗം തീരപ്രദേശത്തും മരുഭൂപ്രദേശങ്ങളിലും സാമാന്യം ശക്തമായ മഴ പെയ്തു. ചിലയിടങ്ങളിൽ കനത്ത മഴയാണ് പെയ്തത്. സലാല നഗരത്തിൽ ഞായറാഴ്ച പുലർച്ചെ ശക്തമായ മഴ പെയ്തു. ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി.
പാതയിൽ വാഹനം കുടുങ്ങിയതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട 3 പേരെ സിവിൽ ഡിഫൻസ് രക്ഷിച്ചു. സൗദിയിൽ നിന്നും വന്ദേ ഭാരത് മിഷൻ 4ാം അധിക വിമാന സർവീസുകൾ അനുവദിച്ചു. ഇൻഡിഗോ എയർലൈൻസിന്റെ സർവീസുകളാണ് കൂടുതലായി അനുവദിച്ചത്. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് 47 സർവീസുകളാണ് പുതുതായി അനുവദിച്ചത്. ഈ മാസം 21 മുതൽ 31 വരെയാണ് സർവീസുകൾ. ദമാം, റിയാദ്, ജിദ്ദ വിമാനത്താവളങ്ങളിൽ നിന്നാണ് സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കേരളത്തിലേക്കുള്ള 24 സർവീസുകൾ ഉൾപ്പെടെ 47 സർവീസുകളാണ് പുതുതായി അനുവദിച്ചത്. സൗദിയിൽ മാസ്ക് ധരിക്കാത്തതിന് പിഴയായി ഈടാക്കിയത് 2.25 ലക്ഷം റിയാൽ. തലസ്ഥാന നഗരമായ റിയാദിലാണ് കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. ഇതിനകം രാജ്യത്ത് മാസ്ക് ധരിക്കാത്തതിന് 2.27 ലക്ഷം റിയാൽ പിഴ ചുമത്തിയതായി ആഭ്യന്തര മന്ത്രാലയ അധികൃതർ പറഞ്ഞു. റിയാദിലെയും വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലെയും കണക്കുകളാണ് സുരക്ഷാ വിഭാഗം പുറത്തുവിട്ടത്. റിയാദിൽ മാത്രം 200 പേർക്കാണ് പിഴ ചുമത്തിയത്. മറ്റ് പ്രവിശ്യകളിലെ കണക്കുകൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മെയ് അവസാനം മുതൽക്കാണ് രാജ്യത്ത് മാസ്ക് ധരിക്കൽ നിർബന്ധമാക്കിയത്. കുവൈറ്റിൽ നിലവിൽ രാജ്യത്തിന് പുറത്തു കഴിയുന്ന 40,000-ഓളം വിദേശികളുടെ താമസരേഖ റദ്ദാക്കിയതായി താമസ കുടിയേറ്റ വിഭാഗം ഡയറക്ടർ ജനറൽ ഹമദ് റഷീദ് അൽ തവാല വ്യക്തമാക്കി. വിവിധ കാരണങ്ങളാൽ രാജ്യത്തിന് പുറത്തു പോവുകയും മടങ്ങിവരാനാകാതെ വിദേശ രാജ്യങ്ങളിൽ ആയിരിക്കെ താമസരേഖ പുതുക്കാൻ നൽകിയ അവസരം പ്രയോജനപ്പെടുത്താത്തത് കാരണമാണ് നടപടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരക്കാർക്ക് ഇനി പുതിയ വിസയിൽ മാത്രമേ രാജ്യത്ത് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഒമാനിൽ മുഖാവരണം ധരിക്കാത്തവർക്കുള്ള പിഴ സംഖ്യ കുത്തനെ ഉയർത്തി. 20 റിയാലായിരുന്നത് 100 റിയാലായാണ് ഉയർത്തിയത്. ഇത് സംബന്ധിച്ച ROPയുടെ ഉത്തരവ് ഇന്ന് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. പൊതുസ്ഥലങ്ങൾക്ക് പുറമെ വാണിജ്യ വ്യവസായ കേന്ദ്രങ്ങൾ, സർക്കാർ സ്വകാര്യ മേഖലാ ഓഫീസുകൾ, പൊതുഗതാഗതം തുടങ്ങിയ സ്ഥലങ്ങളിൽ മുഖാവരണം ധരിക്കാത്തവർ ഈ തുക പിഴയായി അടയ്ക്കേണ്ടി വരുമെന്ന് ഉത്തരവിൽ പറയുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.